ചിത്ര ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വർക്കിംഗ് റിസോർട്ടിലേക്കാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്ലോപ്പ് ട്രെയിനാണ് ഇവിടെയുള്ളത്. സ്ലോപ്പ് ട്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ട്രെയിൻ സംവിധാനം പോലെയല്ല. സാധാരണയായി നമ്മൾ കാണുന്ന ലിഫ്റ്റിൻ്റെ ടെക്നിക്കും അതുപോലെ ട്രെയിനിൻ്റെ ടെക്നിക്കും ഒരുമിപ്പിച്ചിട്ടുള്ള ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ് ഈ സ്ലോപ്പ് ട്രെയിൻ. നമ്മുടെ ഈ യാത്ര പശ്ചിമഘട്ട മലനിരകളും കണ്ടുകൊണ്ടാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിപ്പെടുന്നത് ഈ റിസോർട്ടിൻ്റെ റിസപ്ഷനിലേക്കാണ്. അവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്ത് നേരെ റൂമിലേക്ക്. ഇതൊരു നേച്ചർ റിസോർട്ടാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ഇടയിൽ ഒരു റിസോർട്ട്. കാടും അതിൻ്റെ ഭംഗിയും ആസ്വദിച്ച് ഒരു ദിവസം. ഇതാണ് ഞങ്ങളുടെ റൂം. ഇനിയുള്ള 24 മണിക്കൂർ ഞങ്ങൾ ഇവിടെയാണ്. ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്കാണ്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ബാർ. ഈ വെൽക്കം ഡ്രിങ്ക് ആകെ ഇഷ്ടമായത് മിതുക്കുട്ടനാണ്. ഇത് ഗോവയിലെ ഏതോ ഒരു ട്രഡീഷണൽ ഡ്രിങ്കാണ്. അങ്ങനെ ഞാനും മിതുക്കുട്ടനും അശ്വിനിയുമുള്ള ആദ്യത്തെ ട്രിപ്പാണ്. ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുമ്പം ശരിക്കും ഞങ്ങളുടെ കല്യാണം കഴിച്ചിട്ടുള്ള ഫസ്റ്റ് ഹണിമൂണ് വിത്ത് ബേബി. ഇതായിരിക്കും ബേബി രുദ്രാമിട്ട്. ഇതെന്ന് പറയുന്നത് വൈൽഡർ നെസ്റ്റ് ഒരു റിസോർട്ടാണ്. ഈ റിസോർട്ട് എന്ന് പറയുമ്പോൾ ഒരു നേച്ചർ റിസോർട്ടാണ്. ആ പറയുന്ന പോലെ തന്നെ ഒരു കാട്ടിനകത്താണ് ഈ റിസോർട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. കാണും. അപ്പം റൂമൊന്നും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമല്ല നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഈ കാട്ടിനകത്ത് ഒരു ദിവസം താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവർക്കും വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് അല്ലേ. അപ്പം നമ്മുടെ ചിത്ര ഇവിടെ എങ്ങനെയാണ് പ്രോഗ്രാംസ് എന്നും അതെങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ഒരു 12 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള ഒരു ലഞ്ച് ടൈം 1 to 3 ആണ്. അത് കഴിഞ്ഞ് നിൽക്കുകയാണ്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ മാമൽസിനെയാണ് ട്രാപ്പ് ചെയ്തിട്ടുള്ളത്. അവിടെ ഇന്ത്യൻ ലെപ്പേർഡ് ഉണ്ട്, അതുപോലെ തന്നെ വേൾഡ് പിക്ക്, ഗൗർ, അങ്ങനെ കുറേ ആനിമൽസ് ഉണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട്, അതായത് 2016 സ്പോട്ട് ചെയ്തിരിക്കുന്ന ടൈഗർ, ബട്ടർഫ്ലൈസ്, സ്നേക്സ്, ബേഡ്സിന് നോക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു പ്രോഗ്രാം ഷെഡ്യൂളിൽ അത് കാണിക്കുന്നില്ല. ഇതിനാണ് നമ്മൾ കണ്ടാൻ തോന്നുന്നത്. ഇതിനെ കണ്ടു വൈറ്റ് റംഡ് ഷാമ. ഇതിലേക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രിപ്പൊക്കെ പോകണമെന്ന്. ട്രിപ്പിന് വന്നേ പിന്നെ ഇവിടെ താമസിക്കുന്നു. പക്ഷെ എന്റെ സ്വപ്നത്തിലെ കാട്ടിലും വന്യമൃഗങ്ങളൊന്നുമില്ല, പക്ഷികളൊക്കെ ഓക്കെ. ഫോട്ടോസൊക്കെ കണ്ടേ പിന്നെ ചിത്രയുടെ കിളി മാറിയിരിക്കുകയാണ്. എൻജോയ് ചെയ്യണം, പേടിക്കണമെന്ന് അറിയാൻ വയ്യാതിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് ഫോറസ്റ്റ് വ്യൂ റൂമാണ്. ഒരു ഫോറസ്റ്റിനുള്ളിലാണ് റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ 3 ടൈപ്പിലാണ് റൂമുള്ളത്. ഇതൊരു ഫോറസ്റ്റ് വ്യൂ റൂമാണ്. അതായത് ഈ റൂമിനകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഫോറസ്റ്റ് വ്യൂ ആയിരിക്കും കാണുന്നത്. ഞങ്ങൾ എടുത്തേക്കുന്ന റൂമെന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് വ്യൂ അല്ല, വാലി വ്യൂ ആണ്. ഇതൊരു റിവർ വാലി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ റിവർ വാലി കാണുന്നതിനോടൊപ്പം ഒരു പ്രൈവറ്റ് പൂളുള്ള ഒരു റൂംസ് ഉണ്ട്. ആ റൂംസിനാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. പക്ഷേ അത് ഒരു 3-4 മാസം മുമ്പേയൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഞങ്ങൾക്കത് കിട്ടിയില്ല. ഞങ്ങൾ അടുത്ത് പോകുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പൂളാണ്. നമുക്ക് പ്രൈവറ്റ് പൂള് കിട്ടാത്തത് കൊണ്ട് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള കോമൺ പൂളാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൂളിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സ്വിം സ്യൂട്ട് ആവശ്യമാണ്. സ്വിം സ്യൂട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ്, വാങ്ങിക്കാൻ പറ്റും. പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഞങ്ങളുടെ കയ്യിൽ സ്വിം സ്യൂട്ട് പോലെയുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ അതിട്ടാണ് ഇറങ്ങിയത്. അത്യാവശ്യം സെറ്റപ്പായിട്ടുള്ളൊരു പൂളാണ്. ഒരു നാച്ചുറൽ വ്യൂ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കാലൊക്കെ പറയും. അതൊരു പ്രശ്നമാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് കറക്റ്റ് ഇതിൻ്റെ വാലി കാണാം. ഇപ്പോൾ കുറച്ച് മഞ്ഞൊക്കെ കയറി കിടക്കണം. വാലി കാണാൻ പറ്റില്ല. പിന്നെ ഇതൊന്നും നാച്ചുറൽ റോക്സ് ഒന്നുമല്ല. ഒരു സാധാരണ പ്ലാസ്റ്റിക്കിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു നാച്ചുറൽ റോക്കിൻ്റെ വ്യൂ കൊടുത്തേക്കുന്നതാണ്. ഇത് കല്ല് തന്നെയാണ്. ഇത് കല്ലാണ്, പക്ഷെ അത് കല്ലാണ്. ഇതിൽ നേരത്തെ വെള്ളത്തിൽ ഇറക്കിയപ്പോൾ കയറ്റാൻ ഭയങ്കര പാടായിരുന്നു. ഇതാണ് ഇതുപോലെ നമുക്ക് ഇവിടെ ഇരിക്കാം. ഈ വ്യൂ ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. കുറച്ചുകൂടെ നേരത്തെ മഞ്ഞ് കുറവായിരുന്നു. ആ സമയത്ത് നമുക്ക് വാലി നന്നായിട്ട് കാണാമായിരുന്നു. ഇവിടെ പൂളിൽ വന്നു കഴിഞ്ഞാൽ ചെയ്തിട്ടുള്ള കാര്യം, ഡൈവ് ചെയ്യാൻ പാടില്ല, സ്വിമ്മിങ് പാടില്ല, ലൗഡ് മ്യൂസിക് പാടില്ല, എൻട്രി വിത്തൗട്ട് സ്വിം സ്യൂട്ട്. പിന്നെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൊതുകാണ്. കൊതുകിൻ്റെ നല്ല ശല്യമുണ്ട്. നമ്മൾ അറിയത്തില്ല, എവിടെയെങ്കിലും കൊതുക് കുത്തി വേദനിക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഞങ്ങളെവനെയും മിഥുവിനെയും കൊണ്ട് ഡ്രസ്സ് ഇടാതെയാണ് ഞങ്ങൾ പുള്ളിലോട്ട് വന്നത്. അപ്പം വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വർക്കേഴ്സിൽ ഒരാൾ പറഞ്ഞായിരുന്നു നല്ല കൊതുശല്യം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ ഡ്രസ്സിട്ട് വെളിയിൽ ഇറക്കാവുന്നത്. അങ്ങനെ മിഥുവിനെ ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ടാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. പാവൻ ചിത്തിര
കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി അവസാനം ആഘോഷിക്കേണ്ടി വന്നത് മിതുക്കുട്ടനുമായിട്ടാണ്. ആഘോഷമല്ല, മിതുക്കുട്ടനോടുള്ള മല്ലിടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും മിതുക്കുട്ടനോട് മല്ലിട്ടാണ് ഞങ്ങളുടെ ഹണിമൂൺ ആഘോഷിക്കുന്നത്. ഇതുപോലെ കുഞ്ഞാവുന്നതിന് മുമ്പ് ഹണിമൂൺ പോകാൻ പറ്റാത്ത എല്ലാവർക്കും ഞങ്ങളെ പോലെ ആഘോഷിക്കും. ഈ വീഡിയോ അവർക്ക് വേണ്ടി അതെ, അവർക്ക് വേണ്ടി പിന്നെ രാത്രി ആകുമ്പോൾ വേറെ വൈബായിരിക്കും. കാരണം ഇവിടെ ഇങ്ങനെ താഴേക്ക് കുറേ ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകളൊന്നുമില്ല. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് വാഷ് ചെയ്യണം, ഷവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷവറാണ്. ഷവർ ഉടനെന്ന് അറിയാൻ പോലും പറ്റാത്ത രീതിയിലൊരു ഷവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ 6ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിച്ചു. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. സാധാരണ ഗോവയിൽ വന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ടാവാത്തതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള റൈസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ കിട്ടുന്ന നമ്മുടെ വലിയ റൈസ് ഉണ്ടായിരുന്നു. നാട്ടിൽ മാറിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ റൈസ് കിട്ടും. ഞാൻ ബീഫല്ല മട്ടൻ കറി ഉണ്ടായിരുന്നു. മട്ടൻ വെച്ചിട്ട് ഒരു ഡ്രൈ ആയിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു. അത് കഴിച്ചു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുഡിന്റെ രാത്രി എടുക്കാം. രാത്രി ഇനിയും ഫുഡ് കഴിക്കുമല്ലോ, സെയിം ഫുഡൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ പ്രോൺസ് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് നോൺ വെജ് ആയിട്ട് ഇന്നുണ്ടായിരുന്നത്. മട്ടനും പ്രോൺസും ആണ്. നമ്മള് നാട്ടിലെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരുന്നല്ലേ. അതെ അതെ, അതുപോലെയാണ് നന്നായിട്ട് കഴിക്കാനും പറ്റി. വയറ് നിറഞ്ഞു പോയി. റൈസ് ഒക്കെ കറക്റ്റ്, ആ വേവൊക്കെ കറക്റ്റ് പരിപാടി. ഞാൻ ശരിക്കും പറയാൻ ഞെട്ടിപ്പോയി. പിന്നെ എന്തോ ഒരു അച്ചാർ ഞങ്ങൾക്ക് കിട്ടിയത്. എന്ത് അച്ചാറാണ്. അതെ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവിടെ ഉള്ള ഓരോ റൂമിനും ഓരോ പേരാണ്. ഇപ്പൊ ഇത് കണ്ടോ, ഇതിന്റെ പേര് കുന്നി. ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാം. അവിടെ കുന്തി എന്ന് പറയുമ്പോൾ KUNDHI വേണ്ടേ? എനിക്കറിഞ്ഞൂടാ. സയാലി. ഇതൊക്കെ ഓരോ റൂമാണ്. ഇതൊന്ന് പോയി കഴിഞ്ഞതാ. ഇതും ഞങ്ങളുടെ റൂം പോലെ ഒരു വാലി വ്യൂ ഉള്ള റൂമാണ്. ഇതാ ഇവിടെ കാണുന്നുണ്ടോ? പിന്നെ ഈ പറയുന്ന ഒരു ഒത്തക്കാട്ടിൻ്റെ നടുക്ക് ഒരു കൃഷ്ണക്ഷേത്രമാണ്. വിളക്കൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ വിളക്കൊക്കെ ഉണ്ട്. വിളിച്ചു, പക്ഷെ എന്നാലും നോൺ വെജ് ചോദിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അകത്തോട്ട് ഇറങ്ങത്തില്ല. ഒരു കൃഷ്ണക്ഷേത്രമാണ്. അതൊരു വളരെ പഴക്കം ചെന്നൊരു വിഗ്രഹമാണ്. വളരെ രസമായിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന വഴിയൊക്കെ നമ്മുടെ നാട്ടിലെ വെട്ടുകല്ല് അല്ലെങ്കിൽ ലാറ്ററൽ സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതൊരു വൈബാണ്. അടുത്ത റൂം സവാരി. നമ്മുടെ റൂമത്തെ ഇറങ്ങി ബക്കൂള്. ഞങ്ങൾ അമൃതയിലാണ്. ഇത് കൂടെ ഒരു ഹായ് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരെ എടുക്കാൻ നോക്കിയതാണ്. പക്ഷെ പോകില്ല. പക്ഷെ അപ്പോൾ ഞങ്ങളുടെ റൂം ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ റൂമാണ് ഞങ്ങളുടേത്. റൂമിൻ്റെ വ്യൂസും നമുക്ക് കാണാം. 1454 15 hours ആകുമ്പോൾ ഇവിടെ ഒരു മെഹന്തി സെക്ഷൻ ഉണ്ട്. ഓപ്ഷന് ചിത്രയുടെ കല്യാണമാണ്. 6 വർഷത്തിന് ശേഷമുള്ള കല്യാണ ദിവസം ആയതുകൊണ്ട് മെഹന്തി ഇടാൻ പോകുകയാണ്. നമുക്ക് മെഹന്തി ഇടാൻ പോവാം. നല്ല ഫ്രഷ് എയർ ഉണ്ട്. കുറേ കാലത്തിന് ശേഷം, പ്രത്യേകിച്ച് റെയിൽവേയിൽ ജോലി ചെയ്ത് ഉള്ള സ്മോക്കെല്ലാം അടിക്കും, ഉള്ള എന്താണ് പറയണം, പുകയെല്ലാം അടിച്ച് ചത്തിരിക്കുന്നു. അപ്പൊ കുറച്ച് നല്ല എയർ ശ്വസിക്കാൻ പറ്റി. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മിഥുനാണ്. അവൻ വന്നപ്പോഴേ അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവന് പുലിനെ സിംഹത്തിനും പേടിയില്ല. സിംഹമില്ല, കടുവ പുലിയൊക്കെ ഉണ്ട്. അവൻ അറിഞ്ഞൂടാത്തതുകൊണ്ടായിരിക്കും. അവരിവിടെ വന്നപ്പോൾ ഈ കാടും പച്ചപ്പും എല്ലാം ഇഷ്ടപ്പെട്ടു. വന്നപ്പോൾ മുതൽ ഫുൾ ആക്റ്റീവാണ്. പക്ഷെ അല്ലെങ്കിലും ആക്റ്റീവ് കൂടി പോയത് കാരണം എനിക്ക് നിൽക്കാനും സമയമില്ല. മിതുക്കൂട്ടം കരച്ചിലായി. ഇവിടെ ഓടാൻ വേണ്ടിട്ടാ ഇറങ്ങി. ഇവിടെ അത്രയും ഓടി നടക്കാൻ വേണ്ടിട്ടാ. പിന്നെ ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാ അവിടെ ഒരു ഹഡ് ഉണ്ട്. ഇതാ ഇവിടെ ഉണ്ട്. മിതുക്കൂട്ട സെറ്റായോ മിതു? അതാണ് അടുത്ത പ്രശ്നം. അവനാരും പിടിക്കാൻ പാടില്ല. അവന് പൂളിൽ ഇറങ്ങണം, ആരും പിടിക്കാൻ പാടില്ല. ചെയറിൽ ഒറ്റയ്ക്ക് ഇരിക്കണം. ഇതിന്റെ ഒരു റിസപ്ഷൻ ഇവിടെയാണ്, ഈ ഭാഗത്തായിട്ടാണ്. അപ്പൊ അവിടെ ആരും ഇല്ല. കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ പിന്നെ മര്യാദയ്ക്ക് ഒരു ഹട്ടിലിരിക്കാൻ പറ്റുന്നത് ഇപ്പോഴാണ്. കുട്ടൻ്റെ അമ്മയുടെ മെഹന്തി സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ റൂമുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടൈപ്പ് റൂമാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഫോറസ്റ്റ് വ്യൂ. അതാണ് ഏറ്റവും ലോവർ കോസ്റ്റിലുള്ളത്. അതൊരു 7,000 8,000 ഒക്കെയാണ് വരുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് ഞങ്ങൾ എടുത്തിരിക്കുന്നതാണ് വാലി വ്യൂ. അത് ഒരു 9,000 റേറ്റ്. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ട് വരുന്നത് വിത്ത് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളാണ്.
അത് ഞങ്ങൾ ട്രൈ ചെയ്തു, പക്ഷേ അത് കിട്ടിയില്ല. അതാണ് 12,000 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വാലി വ്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റൂം എന്നുണ്ടെങ്കിൽ ഈ റൂമിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു വാലി കാണാൻ പറ്റും. മറ്റു ഫോറസ്റ്റ് വ്യൂ എന്ന് പറയുമ്പോൾ റൂമിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫോറസ്റ്റ് ആയിരിക്കും കാര്യം കാണുന്നത്, ഒന്നും കാണത്തില്ല. ഈ ഒരു വാലി കാണണം, ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ അവർ ഇറങ്ങി ആ സൈഡിലായിട്ട് വരേണ്ടി വരും. ആ മുകളിലത്തെ പോർഷനിലായിട്ടാണ് ഫോറസ്റ്റ് വ്യൂ റൂമുകൾ വരുന്നത്. പ്രൈവറ്റ് പൂൾ കിട്ടുള്ള റൂമുകൾ ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിരുന്നു. ഇവിടെ 4 റൂമുകളേ ഉള്ളൂ. ഒരു 3-4 മാസം മുമ്പ് തന്നെ എല്ലാ റൂമുകളും ബുക്കായി പോകും എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഒരു സാധാരണ ഒരു റിസോർട്ടായിട്ട് നിങ്ങൾ വിചാരിക്കരുത്, കാരണം ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമൊന്നുമല്ല. ഒരു ഫോറസ്റ്റ്, നമുക്ക് നേച്ചർ, അങ്ങനെയൊക്കെ ആ ഒരു നേച്ചർ റിസോർട്ടാണ് ഈ ഒരു സംഭവം. അപ്പോൾ ആ നേച്ചർ റിസോർട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഓക്കെയാണ്, അത് ഇഷ്ടമാണ് എന്നുള്ള ആളുകൾ മാത്രം അറിയാം. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രൈ ജംഗ്ഷനാണ്. 3 സ്റ്റേറ്റിൻ്റെ, ഗോവ, കർണാടക, മഹാരാഷ്ട്ര, ഈ ഒരു 3 സ്റ്റേറ്റിൻ്റെ ഒരു ട്രൈ ജംഗ്ഷനായിട്ട് വരുന്നൊരു പോയിൻ്റാണ് ഈ പറയുന്ന ഘാട്ട്. അപ്പോൾ ഈ ഘാട്ടിൽ നമുക്ക് അടിപൊളിയായിട്ട് മഞ്ഞ് നാളെ രാവിലെ കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ എടുത്തിരിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു അഡീഷണലായിട്ട് പൈസ കൊടുത്ത് നമ്മൾ ഈ റൂം എടുത്തിരിക്കുന്നത് ഭയങ്കര വർത്തായിരിക്കും. ശരിക്കും ഇവിടുത്തെ ഉള്ളൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡോറും ഫ്രണ്ടിലെ ഡോറും ഒക്കെ വൈകിട്ടാകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. വിതുക്കുട്ട ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, വിതുക്കുട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വിതുക്കുട്ട എന്ത് കാണിക്കണമെന്ന് അറിയാൻ വയ്യാതെ ഇവിടെ കിടന്ന് ഓടും. ആദ്യം തുടക്കം ഇത് കാണുമ്പോൾ ഒരു സാധാരണ ട്രൈബൽ ഡാൻസ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ ഒടുക്കത്തോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഒരു നേച്ചർ തന്നെ കംപ്ലീറ്റ്ലി മാറിപ്പോകുന്നുണ്ട്. ഒരു സൈഡിൽ ഡാൻസും മറു സൈഡിൽ അന്ന് രാത്രിയിലത്തേക്കുള്ള ആഹാരവും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നൃത്തം കളിക്കുന്നവർ തന്നെ അവരുടെ താളത്തിനൊത്ത് പാട്ടുകളും പാടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈ ഡാൻസ് കാണുമ്പോൾ ഇതിലെന്താണ് പ്രത്യേകത എന്നാണ് തോന്നിയത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് കഴിയും തോറും, പ്രത്യേകിച്ച് ഈ ഒരു അവസാന ഭാഗത്ത് ഇവർ കൊണ്ടുവരുന്ന ഒരു എനർജി, അത് നമുക്ക് ട്രൈ ചെയ്താൽ പോലും പറ്റുന്ന ഒന്നായിരുന്നില്ല. ആദ്യം അല്പം ചിരിയും പിന്നെ പലരും അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതും കണ്ടു. പക്ഷേ അവസാനം എല്ലാവർക്കും അതിൻ്റെ ഒരു കാഠിന്യത്തെക്കുറിച്ച് മനസ്സിലായി. കാഴ്ചക്കാരെയും കൂട്ടി നൃത്തച്ചുവടുകൾ തുടർന്നു. ഇവിടുത്തെ ഒരു നൈറ്റ് വൈബ് ഇതാണ്. ഇതുപോലെ ലൈറ്റുകളൊക്കെ കത്തിക്കഴിയുമ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഫീലാണ്. ഫുള്ള് പവർ ലൈറ്റ്. നമ്മൾ നേരത്തെ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ലൈറ്റുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ നേരത്തെ കണ്ട കൃഷ്ണൻ്റെ വിഗ്രഹമാണ്. ഇതാണ് ഈ വാലിയുടെ മോർണിംഗ് വൈബ്. ഞാൻ പ്രതീക്ഷിച്ച പോലൊരു വൈബല്ല ഇത്. കാരണം ഞാൻ റെയിൽവേയിൽ ബ്രഗാൻസ ഗാർഡ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു ഗാർഡ് സെക്ഷനിൽ കാണാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഈ പ്രകൃതി അങ്ങനെയാണ്. നമുക്കെന്നും ഏറ്റവും നല്ല വിഷ്വൽസ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കില്ല. അതൊരു ഭാഗ്യം തന്നെയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് വീണ് കിട്ടുന്ന ഒരു ഭാഗ്യം. ഇനി നമുക്ക് ക്യാൻറ്റീനിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഒരു സൈഡിൽ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ്. ഒരുപാട് വിഭവങ്ങളുണ്ട്. ആവശ്യമുള്ളവ ആവശ്യമുള്ള അളവിൽ എടുത്ത് കഴിക്കാം. എല്ലാവരും രാവിലെ ആഹാരം കഴിക്കുന്നതിനുള്ള തിരക്കിലാണ്. ക്യാൻറ്റീനിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടെയുള്ള ആ റിവർ വാലി നന്നായി കാണാം. അതിമനോഹരമായ ഒരു ദൃശ്യം. ആ റിവർ വാലി കുറച്ചുകൂടി നന്നായി കാണുന്നതിനായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വെസ്റ്റേൺ ഗാർഡ്സിലെ പർവ്വതനിരകൾ നമുക്ക് വ്യക്തമായി കാണാം.
ചിത്തിരയും ഇതും കൂടെ പോകാൻ പോകുന്നത് ഇവിടുത്തെ നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഫോറസ്റ്റ് വ്യൂ കോട്ടേജസ്. അപ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് വാലി കാണാൻ പറ്റില്ല. അപ്പോൾ ആ വാലി കാണണമെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ വന്നിട്ട് ഈ ഒരു പോയിന്റിൽ വന്നാലാണ്, പിന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാൻറ്റീൻ സെക്ഷനിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു റിസോർട്ടാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയർ മോസ്റ്റ് പോയിന്റിലുള്ള വർക്കിംഗ് റിസോർട്ട്. വേറെ റിസോർട്ടുകൾ ഉണ്ടാവും, പക്ഷേ ആ റിസോർട്ടുകളൊക്കെ പോയി കാണും. വർക്കിംഗ് ആയിട്ടില്ല. വർക്കിംഗ് റിസോർട്ടുകളിൽ ഏറ്റവും ഹയർ മോസ്റ്റ് പോയിന്റ് സൗത്ത് ഇന്ത്യയിലുള്ള ഒരു റിസോർട്ട് ഇതാണ്, വൈൽഡ് നെസ്റ്റ്. അതുപോലെ തന്നെ ഇവർക്ക് തന്നെ തൊട്ട് താഴെ കുറച്ച് താഴെയായിട്ട് മറ്റൊരു റിസോർട്ട് കൂടിയുണ്ട്. അതിൻ്റെ പേര് സ്വപ്നഗന്ധ എന്നാണ്. അവിടെ ഉള്ള ആക്ടിവിറ്റീസ് വേറെ കുറച്ച് ആക്ടിവിറ്റീസാണ്. നമുക്ക് നോക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെ ആയിട്ട് 2 സ്ഥലങ്ങളിലായിട്ട് ട്രെക്കിങ് ചെയ്യായിരുന്നു. പിന്നെ മിതുക്കൂട്ടം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ട്രെക്കിങ്ങിന് പോയില്ല. കാരണം എവനെയും ക്യാരി ചെയ്തുകൊണ്ട് 4 കിലോമീറ്റർ നടക്കേണ്ടി വരും. അപ്പോൾ അതിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടുണ്ടായിരുന്ന ട്രെക്കിങ്ങിന് ഞങ്ങൾക്ക് പോകുമായിരുന്നു. 20 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് മഴയ്ക്കുണ്ടായിരുന്ന നല്ല സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തില്ല. നല്ല മേഘങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പോയില്ല. പക്ഷെ കുഴപ്പമില്ല. ബാക്കി ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ ഒരു നൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കാമായിട്ടുള്ളൊരു നൈറ്റാണ്. ഇവിടെ അധികം ഫുൾ സൈലൻ്റ് ആണ്. ഒരു കാറ്റിൻ്റെ പോലും സൗണ്ട് ഉണ്ടാകത്തില്ല. അതൊരു വേറൊരു വൈബാണ്. പിന്നെ ചീവീടുകളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അതെ, ഭയങ്കര കുറച്ചേ ഉള്ളൂ. അതെ, ഇടയ്ക്ക് ചെറിയ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ഈ ചില്ലകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. നൈറ്റ് ഒരു 10 മണിയായ ശേഷം ഭയങ്കരമായിട്ടുള്ള തണുപ്പായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ടില്ല. നോർമൽ ഇവിടെ ഉണ്ടായിരുന്നൊരു കാലാവസ്ഥ ഡേ ടൈമിൽ ഞങ്ങൾ വന്നതിനേക്കാളും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു 10 മണിയായതിനു ശേഷം. പിന്നെ ഞങ്ങൾ ആദ്യം നല്ല ഫാൻ ഫുൾ സ്പീഡായിരുന്നു. പിന്നെ അത് കുറച്ച് അവസാനം ഞങ്ങൾ വന്ന സമയത്ത് ഫുൾ ഓഫ് ചെയ്തിട്ടാണ് വന്നത്. ഫാൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇതാണ് ഇവിടെ ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഷുഗർ കെയിൻ അവിടെ പൈസ കൊടുത്ത് വാങ്ങിക്കുക, ഇവിടെ കൊണ്ടുവന്ന് ജ്യൂസ് ഉണ്ടാക്കി സ്വന്തമായിട്ട് കുടിക്കാം. എന്തൊക്കെ ഉണ്ടായിരുന്നോ പണ്ടത്തെ സെറ്റപ്പ് ആയിരുന്നു. വെള്ളം തന്ന് വീണേ. സുറങ്കി അവിടെ ഒരു കോട്ടേജ്. അങ്ങനെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും പാക്ക് ചെയ്തു. ഇതാ ഇതിനോട് വിധ പറഞ്ഞ് ഞങ്ങൾ പോകാൻ പോകുന്നു. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി. ഇതുകൂടെ കാറ്റോ. Would you follow me to wonders? Take my hand and walk beside me in a world of thunder. Fear is an imposter. When you look at me this way, I find ഈ ഒരു റെയിൽ വഴിയാണ് നമ്മൾ താഴോട്ട് പോകാം. ഇങ്ങോട്ട് വരുന്നതും പോകുന്നതും ഇതുവഴിയാണ്. ഇതൊരു ആക്ടിവിറ്റി ആണെന്നാണ് ഇവിടെ വിചാരിച്ചിരുന്നത്. ആക്ടിവിറ്റി ഇല്ല, ശരിക്കും ഇങ്ങോട്ട് വരാനുള്ള ഒരു മാർഗമാണ്. So the days became weeks, it felt just like the night before. You were slowly fading in my mind. When you left, I was so completely gone, but now I'm sure you were someone
പോകുന്ന വഴികളിലൂടെ തിരിച്ചു പോവുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പം ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. പൊതുവെ ഇന്ത്യയിലുള്ള ജോലി സ്ഥലങ്ങളിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്, കോൺട്രാക്ട് സ്റ്റാഫും മറ്റുള്ള സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന കാര്യമാണ്. ഇവിടെയുള്ള സ്റ്റാഫിനൊക്കെ 24 hours ഡ്യൂട്ടിയാണ്. അവർക്കൊന്നും റെസ്റ്റ് ഇല്ല. ഇവരെല്ലാം ഇവിടെ ഉറങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. മാക്സിമം ഒരു 12,000 rupees കൊടുക്കുന്നത്. ഇത്തരത്തിൽ അതായത് മനുഷ്യാവകാശങ്ങളെല്ലാം ലംഘിച്ചിട്ടുള്ള തൊഴിലിടങ്ങളാണ് ഇത്തരങ്ങളിലുള്ള സ്ഥലങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആരുടെയും വർക്ക് ചെയ്യുന്ന ആരുടെയും ഫേസിലൊരു സന്തോഷമൊന്നുമില്ല. ചിരിക്കുന്ന പോലെയല്ല, നമ്മളൊന്ന് നോക്കി ചിരിച്ചാൽ പോലും അവരുടെ അവർ ഫുള്ള് ടയർഡാണ്. അത് ശരിക്കും മാറേണ്ടതാണ്. നമ്മളിത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആരുടെ ഉള്ളിൽ എത്തില്ല എങ്കിലും പറയാം. അത് മാത്രമല്ല, ശരിക്കും വരുന്നവർക്കും അവർ കൂടി ഒരു ഹാപ്പി ആണെങ്കിൽ വരുന്നവർക്ക് ശരിക്കും കുറച്ചുകൂടെ ഹാപ്പിയാവും. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇത് നടത്തുന്നവരൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല. ഒരു കാര്യം പറയുന്നത്, ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് റിവ്യൂ കൊടുക്കാൻ, അതുകൊണ്ട് ഞാൻ എന്തായാലും ആ റിവ്യൂ ആഡ് ചെയ്ത്, അതായത് ഇവിടെ ഉള്ള തൊഴിലാളികൾക്ക് കാര്യമായിട്ടുള്ള രീതിയിൽ വേതനവും റെസ്റ്റും കൊടുത്തിട്ട് വർക്ക് ചെയ്യിക്കുക എന്നുള്ളത്, അത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അല്ലാതെ ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഗവൺമെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് ഈ പറയുന്ന റൂളുകളൊക്കെ കമ്പൽസറി ആയിട്ട് നടക്കുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, ഒരുവിധമുള്ള എല്ലാ തൊഴിലിടങ്ങളിലും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. തുച്ഛമായ ശമ്പളവും വർക്കിംഗ് ഡ്യൂട്ടി അവേഴ്സിന് ഒരു പരിധിയില്ല. ഈവൻ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോലും നടക്കുന്നൊരു കാര്യമാണിത്. കൃത്യമായി ഒരു ഡ്യൂട്ടി അവേഴ്സ് ഇല്ലാതെ കൂടുതൽ എക്സ്ട്രാ വർക്കേഴ്സിനെ വർക്ക് ചെയ്യിക്കുക എന്നുള്ളത്, ഇതൊക്കെ നീക്കുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇന്നും ഉള്ളത് കൊണ്ടാണ് കൂടുതൽ ആളുകളും, അതായത് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇന്ത്യ വിട്ട്, നമ്മുടെ യൂത്തൊക്കെ കൂടുതൽ ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങൾ യൂറോപ്പിലും മറ്റും പോയി അവിടെ പെർമനന്റ് സിറ്റിസൺസ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. അശ്വിനി.